അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, വലത് ഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു. എന്താണ് ആ ബ്രാക്കറ്റിലുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. പരിശുദ്ധനാണ്, അസുറായിൽ അലൈഹിസ്സലാം, സത്യവിശ്വാസി, തിന്മ, ജിബ്രീൽ അലൈഹിസ്സലാം, നന്മ. അപ്പോൾ വലതു ഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നത് എന്താണ്? നന്മയാണ്. അപ്പോൾ അവിടെ നന്മ എന്ന് ഒന്നാമത്തതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത് മുഅ്മിൻ. അപ്പം അതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിലുള്ളത് ഏതാണ്? സത്യവിശ്വാസി എന്നുള്ളതാണ്. അതവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, പോരായ്മയിൽ നിന്നെല്ലാം അല്ലാഹു പരിശുദ്ധനാണ്. അപ്പോൾ അവിടെ പരിശുദ്ധനാണ് എന്നുള്ളത് എഴുതുക. നാലാമത്തത്, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അതാരാണ്? അസുറായിൽ അലൈഹിസ്സലാമാണ്. അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത്, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതവിടെ എടുത്തെഴുതുക. ആറാമത്തത്, ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു. എന്താണ്? നന്മ. എന്താണ്? ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു തിന്മ, അല്ലേ? അപ്പം വലതുഭാഗത്തുള്ള മലക്ക് നന്മയും ഇടതുഭാഗത്തുള്ള മലക്ക് തിന്മയുമാണ് രേഖപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, വാജിബും മുസ്തഹീലും വേർതിരിക്കാം. അപ്പം നമ്മൾ വാജിബായിട്ടുള്ള സിഫത്തുകളും മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ആ ഒരു ബ്രാക്കറ്റിൽ വാജിബും തന്നിട്ടുണ്ട്, മുസ്തഹീലും തന്നിട്ടുണ്ട്. അപ്പോൾ വാജിബ് ആദ്യത്തെ ഭാഗത്തും മുസ്തഹീൽ രണ്ടാമത്തെ ഭാഗത്തും വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റിലുള്ളത് വായിച്ചു നോക്കാം. ഫത്വാനത്ത്, കിത്മാൻ, സ്വിദ്ഖ്, അമാനത്ത്, ബലാദത്ത്, ഖിയാനത്ത്, തബ്ലീഗ്, കദിബ്. അപ്പോൾ ഈ വാജിബായിട്ടുള്ള സിഫത്തുകളുടെ ഭാഗത്ത് വരിക ഫത്വാനത്ത്, സിദ്ഖ്, അമാനത്ത്, തബ്ലീഗ് എന്നുള്ളതാണ്. ഇനി മുസ്തഹീലായിട്ടുള്ള സിഫത്തുകളുടെ ഭാഗത്ത് കിത്മാൻ, ബലാദത്ത്, ഖിയാനത്ത്, കദിബ്. ഈ രൂപത്തിലാണ് രണ്ടാമത്തെ പ്രവർത്തനം വരിക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് ഉപമ എഴുതാം. അപ്പോൾ ഓരോന്നിനും ഉപമ എഴുതാനാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തത്, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ എന്താണ്? ഈത്തപ്പഴം പോലെയാണ്. അപ്പോൾ അവിടെ ഈത്തപ്പഴം പോലെയാണ് എന്നുള്ളത് എഴുതുക. ഇനി രണ്ടാമത്തത്, ഖുർആൻ ഓതാത്ത കപടവിശ്വാസി എന്തുപോലെയാണ്? ആട്ടങ്ങ പോലെയാണ്. അപ്പോൾ അവിടെ ആട്ടങ്ങ പോലെയാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി എന്തുപോലെയാണ്? മാതള നാരങ്ങ പോലെയാണ്. അപ്പോൾ ഒന്നാമത്തത് ഈത്തപ്പഴം പോലെയാണ്, രണ്ടാമത്തത് ആട്ടങ്ങ പോലെയാണ്, മൂന്നാമത്തത് മാതള നാരങ്ങ പോലെയാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഉലുൽ അസ്മുകൾ. അപ്പോൾ ഉലുൽ അസ്മുകൾ ആയിട്ടുള്ളവരെ 2 ആളുകളുടെ പേര് മാത്രം അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആരെയെല്ലാം പഠിച്ചിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഇവരൊക്കെ ഉലുൽ അസ്മുകളിൽ പെട്ടതാണ്. ഏതെങ്കിലും 2 നബിമാരുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഏടുകൾ ലഭിച്ച നബിമാർ. ഏതെങ്കിലും 2 ആളുകളുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. ഒന്ന് ആദം നബി അലൈഹിസ്സലാം, രണ്ടാമത്തത് ഷീസ് നബി അലൈഹിസ്സലാം, മൂന്നാമത്തത് ഇദ്രീസ് നബി അലൈഹിസ്സലാം, നാലാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പം ഏതെങ്കിലും 2 നബിമാരുടെ പേര് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, കിതാബുകൾ ലഭിച്ച നബിമാർ.
ഏതെല്ലാം നബിമാർക്കാണ് കിതാബുകൾ ലഭിച്ചത്? മൂസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്കൊക്കെയാണ് എന്ത് ലഭിച്ചത്? കിതാബുകൾ ലഭിച്ചത്. ഏതെങ്കിലും 2 ആളുകളുടെ പേര് മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1ാമത്തെ ചോദ്യം, നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ്? ആർക്കാണ് നബിമാർ എന്ന് പറയുന്നത്? ഉത്തരം, വഹീ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ്. ഒന്നുകൂടെ നോക്കാം. വഹീ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് നബിമാർ. ഇനി 2ാമത്തെ ചോദ്യം, മുർസലുകൾ ആരാകുന്നു? മുർസലുകൾ ആരാകുന്നു? ഉത്തരം, നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. ഇനി 3ാമത്തത്, അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും? ഉത്തരം, പിശാച് ഓടി രക്ഷപ്പെടും. അപ്പം അൽ ബഖറ സൂറത്ത് ഓതിയാൽ വീട്ടിൽ നിന്നും പിശാച് ഓടി രക്ഷപ്പെടും. 4ാമത്തത്, മുൻകർ നക്കീർ ഖബറിൽ എന്തെല്ലാം ചോദിക്കും? മുൻകർ നക്കീർ അലൈഹിസ്സലാം ഖബറിൽ എന്തെല്ലാമാണ് ചോദിക്കുക? ഉത്തരം, റബ്ബിനെ കുറിച്ചും നബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും മറ്റും. ഇനി 6ാമത്തത്, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം. എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. അപ്പൊ അത് ശരിയാണോ? അപ്പൊ അത് ശരിയാണെങ്കിൽ അവിടെ എന്തൊക്കെ എടുത്തേത്? അത് ശരിയാണ് അല്ലെ? 2ാമത്തത്, സബൂറിന്റെ ഭാഷ അറബിയാണ്. ആണോ? 3ാമത്തത്, സ്വർഗം കാക്കുന്ന മലക്ക് റിളുവാൻ അലൈഹിസ്സലാം, റിളുവാൻ എന്ന മലക്കാണ്. അപ്പൊ ഏതാണോ ശരി അതവിടെ എടുത്ത് എഴുതുക. ഇനി അടുത്തത്, അപ്പൊ അതിൽ 2 എണ്ണമാണ് ശരി. ഒന്നെന്താണ്? സബൂറിന്റെ ഭാഷ എന്താണ്? അറബിയാണ് എന്നുള്ളത് എന്താണ്? തെറ്റാണ് അല്ലെ? ഖുർആനിന്റെ ഭാഷയാണ് അറബി. ബാക്കിയുള്ള 2ഉം എന്താണ്? ശരിയാണ്. അപ്പൊ അതവിടെ എടുത്തെഴുതുക. ഇനി അടുത്തത് ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. ഫഇന്നഹു യഅതി ഷഫീഅൻ ഇഖ്റഉൽ ഖുർആന യൗമൽ ഖിയാമത്തി ലി അസ്ഹാബിഹി. അപ്പൊ അത് ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.